പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 1-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ വർഷത്തിൻ്റെ 6-ാം മാസത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമ്മോട് കൃപ ചെയ്തിരിക്കുന്നു. ഓരോ ദിനവും അനുഭവിക്കുന്ന എല്ലാ നന്മകളും ദാനങ്ങളും അനുഗ്രഹങ്ങളും നന്ദിയോടെ സ്തോത്രത്തോടെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ജീവജലം ശ്രവിക്കുന്ന ഏവരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ജൂൺ മാസം നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും ഉയരത്തിൽ നിന്ന് ധാരാളമായി ചൊരിയട്ടെ എന്നുള്ള ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യം. എക്സോഡസ് ചാപ്റ്റർ 2 വേഴ്സ് 25 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു, ദൈവം അവരെ അറിഞ്ഞു. ഈ പുത്തൻ മാസത്തിന്റെ പുത്തൻ ദിനത്തിൽ 2 വാക്കുകളാണ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവം അവരെ കടാക്ഷിച്ചു. 2, ദൈവം അവരെ അറിഞ്ഞു. ഇതിന് ഉപോത്ബലകമായ പശ്ചാത്തലം നമുക്ക് വളരെ സുപരിചിതമാണ്. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ വലിയ പദ്ധതി അനുസരിച്ച് മിസ്രൈമിൽ അടിമത്വത്തിലാണ്. മാറി മാറി വരുന്ന ഫറവോന്റെ കീഴിൽ വളരെ ദാരുണമായ നിലയിൽ അടിമവേല ചെയ്തു. ഏകദേശം 430 വർഷത്തോളം അടിമകളായി ഇസ്രായേൽ ജനം മിസ്രൈമിൽ കിടക്കുകയാണ്. ഇതാ, അടിമ വേല ഹേതുവായി ജനം ദൈവത്തോട് നിലവിളിച്ചു. ദൈവം ആ നിലവിളി കേട്ടു. നമ്മൾ 23 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ദൈവം പിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത നിയമത്തെ ഓർത്തു. അങ്ങനെ അവരുടെ നിലവിളി ഹേതുവായി ദൈവം അവരെ കടാക്ഷിച്ചു, അവരെ അറിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, 2024 6-ാം മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. കഴിഞ്ഞ 5 മാസം നിങ്ങളുടേതായിട്ടുള്ള വിഷയങ്ങൾക്ക്, കുഞ്ഞുങ്ങളുടെ കാര്യം, ജോലി കാര്യം, ആരോഗ്യകാര്യം, സാമ്പത്തിക കാര്യം, നിലനിൽപ്പിന്റെ കാര്യം, ആത്മീക കാര്യം എന്ന് വേണ്ട, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ടുന്നതായിട്ടുള്ള വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞവരാണോ, വ്യസനിച്ചവരാണോ, സങ്കടപ്പെട്ടവരാണോ, ആരും സഹായിക്കാനില്ലാതെ നിസ്സഹായ അവസ്ഥയിൽ നിങ്ങൾ ഉള്ളം നൊന്ത് തമ്പുരാനോട് അപേക്ഷിച്ചിട്ടുണ്ടോ? ദൈവജനമേ, 2024 6-ാം മാസം, അതായത് ജൂൺ മാസം 1-ാം തീയതി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഒരു ഹെവൻലി പ്രോമിസ് തരികയാണ്. നിങ്ങളെ കടാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അതേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നിങ്ങളുടെ കൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്നവർ, നിങ്ങളുടെ ഭവനത്തിൽ സ്ഥിരമായി വന്നു പോകുന്നവർ, എന്തിന് നിങ്ങളോടൊപ്പം നാളുകളായി, വർഷങ്ങളായി, ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ മറ്റു ദിനങ്ങളിലോ ഒന്നിച്ചൊരു പായയിലിരുന്ന് ആരാധിക്കുന്നവർ പോലും നിങ്ങളെ വേണ്ടവണ്ണം അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ ഉള്ളിന്റെ വേദന അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുകയില്ല. അങ്ങനെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ പോലും നിങ്ങളുടെ ഉള്ള അവസ്ഥ അറിയാത്തവർ ഉണ്ടായിരിക്കാം.
നിങ്ങളുടെ രക്തബന്ധങ്ങൾ, നിങ്ങളുടെ ഓൺ സിബ്ലിങ്സ്, നിങ്ങളുടെ അവസ്ഥ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം. എന്നാൽ ഈ ജൂൺ മാസം 1-ാം തീയതി ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇങ്ങനെ പറയുവാൻ ആഹ്വാനം ചെയ്യുന്നു. ആര് നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും, ആര് നിങ്ങളെ മനസ്സിലാക്കിയില്ലെങ്കിലും, ആര് നിങ്ങളോട് കടാക്ഷിച്ചില്ലെങ്കിലും, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അറിയും, തിരിച്ചറിയും, മനസ്സിലാക്കും. നിങ്ങളോട് തൃക്കൺ പാർത്ത് സകല നന്മകളും നൽകത്തക്കവണ്ണം കടാക്ഷിക്കുന്ന ഒരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പുതുമാസത്തിലേക്ക് പ്രവേശിച്ച എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള യുവജന സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ അറിയുന്ന ഒരു ദൈവം, കടാക്ഷിക്കുന്ന ഒരു ദൈവം, വേണ്ട സമയത്ത് ഹല്ലേലൂയ സാത്താന്യ ബന്ധനത്തിൽ നിന്നും, നിങ്ങൾ കടന്നു പോകുന്ന ഏതുവിധ പോരാട്ടങ്ങളിൽ നിന്നും വിടുവിച്ച് ആ പോരാട്ടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ എത്തേണ്ടിടത്ത് എത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുകയാണ്. അതെ, അവരുടെ നിലവിളി കേട്ടതുകൊണ്ട്, ദൈവം കടാക്ഷിച്ചതുകൊണ്ട്, ദൈവം അവരെ അറിഞ്ഞതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അടുത്ത വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതാ, മോശയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. മോശ തന്നെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് പറ്റത്തില്ല, അവിടുന്ന് മറ്റൊരാളെ നോക്കണം. ആ മോശയോട് കോപിച്ച് മോശയുടെ സഹോദരനായ അഹരോനെ കൂട്ടുകൊടുത്ത്, അതെ, പറ്റുകയില്ല എന്നും വാക്സാമർഥ്യമില്ല എന്നും കഴിവില്ല എന്നും പറഞ്ഞ അതേ മോശയെ കൊണ്ട് 600,000 ജനത്തെ പുറപ്പെടുവിച്ച് ഹല്ലേലൂയ എത്തനത്തെ എത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മതിയായവനാണെങ്കിൽ, നിങ്ങൾ കടന്നു പോകുന്ന, നിങ്ങളെ വിടുകയില്ല എന്നും പിടിച്ചു വച്ചിരിക്കുന്ന അന്ധകാരക്കെട്ടിനെയും പോരിന്റെ ആയുധങ്ങളെയും നാളുകളായി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രതികൂലത്തിലാണ്, നിങ്ങളുടെ ഭവനം പ്രതിസന്ധിയിലാണ്, നിങ്ങൾ കടന്നു പോകുന്ന ഏത് വിഷയത്തിൽ നിന്നും വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ എത്തേണ്ടിടത്ത് എത്തിച്ച് ഉന്നത സ്ഥാനത്ത് കൊണ്ടുവന്ന് അനുഗ്രഹിക്കുന്ന, മാനിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ വലിയവനായ ദൈവം ജീവജലം ശ്രവിക്കുന്ന ഓരോരുത്തരെയും, നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും, നിങ്ങളെ വിട്ട് മൈലുകൾക്കപ്പുറം, കടലുകൾക്കപ്പുറമായിരിക്കുന്ന നിങ്ങളുടെ തലമുറകൾ, ആൺമക്കൾ, പെൺമക്കൾ, കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ സകലരെയും അറിയട്ടെ, കടാക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, നന്മകളാൽ നിറയ്ക്കട്ടെ. അങ്ങനെ ജൂൺ മാസം ഇന്നത്തെ വാഗ്ദത്ത വചനത്താൽ സകലരും അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവം നിങ്ങളെ അറിയട്ടെ, ദൈവം നിങ്ങളെ കടാക്ഷിക്കട്ടെ, ദൈവം നിങ്ങളെ മാനിക്കട്ടെ. സകല പോരാട്ടങ്ങളെയും പൊട്ടിച്ച് നിങ്ങൾക്കൊരു വലിയ വിടുതൽ തമ്പുരാൻ നൽകട്ടെ. ഇന്ന് നിങ്ങൾ മാനസികമായി ആരോടും പറയാതെ, നിങ്ങൾ ഷെയർ ചെയ്യാതെ, പുറത്ത് ചിരി അഭിനയിച്ച്, സന്തോഷം കാണിച്ച്, ഉള്ളു നീറിക്കൊണ്ട് കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങൾ ഉണ്ടാകാം. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ, കഴിഞ്ഞ 5 മാസം ഞാൻ പാടി, പ്രാർത്ഥിച്ചു, ആരാധിച്ചു, ഉപവസിച്ചു, ദൈവമക്കളെ സേവിച്ചു, ദൈവവേലയ്ക്ക് കൊടുത്തു, എന്നാൽ ആവോളം സുവിശേഷ വേല ചെയ്തു, എന്നിട്ടും എന്റെ ദൈവമേ, എനിക്കിതാണല്ലോ, എന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസമില്ലല്ലോ. ഞാൻ വിചാരിച്ചു ഈ മെയ് കൊണ്ട് എന്റെ പ്രശ്നങ്ങൾ മാറുമെന്ന്. അത് ജൂണിലോട്ടും എന്നോടൊപ്പം വരികയാണല്ലോ. സംശയിക്കരുത്, പിറുപിറുക്കരുത്, പിന്മാറരുത്. നിങ്ങൾ ഉറച്ചു പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ മുന്നേറുക. നിങ്ങളെ കടാക്ഷിക്കുന്ന ഒരു ദൈവം, അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, ആ ദൈവം ഈ ജൂൺ മാസം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. തന്റെ കരങ്ങളാൽ നിങ്ങളെ വിടുവിച്ച് ഉയർത്തി സകല നന്മകളും നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറയുടെ മേലും ചൊരിഞ്ഞ് അനുഗ്രഹത്തോടെ നടത്തട്ടെ. അതിനായി നമുക്ക് ഒറ്റക്കെട്ടായി ഏകമനസ്സോടെ ഐക്യമത്യത്തോടെ പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം, ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. 2024 6-ാം മാസം കാണുവാൻ സ്വർഗം ഞങ്ങളെ അവിടുന്ന് ഒരുക്കിയതിനായി സ്തോത്രം. പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ അനുകൂലകനായി ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തുതിക്കുന്നു. ഇസ്രയേൽ ജനം
ഫറവോന്യ അടിമത്വത്തിൽ അവർ അടിമവേലയ ഹേതുവായി ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തെ ഓർത്ത ഒരു ദൈവം ഞങ്ങളെയും ഓർക്കുന്നതിനായി സ്തോത്രം. ഈ ദൈവവചനം കേട്ട എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. വചനം പോലെ നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് കടാക്ഷിക്കണമേ, അവരെ അറിയണമേ. അവർ കടന്നു പോകുന്ന ഏതുവിധ ഫറവോന്യ ബന്ധനത്തിൽ നിന്നും അവരെ വിടുവിച്ച് അതേ കനാൻ നാടിന്റെ നന്മ അവർക്ക് നൽകണമേ. ഇന്നത്തെ ദിനം, ഈ ജൂൺ മാസം അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും സന്തോഷത്തിന്റെയും ആയുരാരോഗ്യ സൗഖ്യത്തിന്റെയും എല്ലാ നന്മകളുടെയും ആത്മീക കൃപാവരങ്ങളുടെയും മാസമായി കൃപയോടെ നടത്തണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരളുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ ഈ ജൂൺ മാസം സ്വർഗത്തിലെ ദൈവം കഴിഞ്ഞ നാളുകളിൽ നമ്മെ അറിഞ്ഞതിനേക്കാൾ ഉപരിയായി അറിയട്ടെ. നമ്മെ അറിയത്തക്കവണ്ണം നമുക്കൊന്ന് നിലവിളിക്കാം. തമ്പുരാനൊന്ന് കേൾക്കട്ടെ. തമ്പുരാൻ നമ്മുടെ മേൽ കടാക്ഷിക്കട്ടെ. അങ്ങനെ ഈ മാസം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും മാസമായി ദൈവകൃപയോടെ ജീവിച്ച് യുഗായുഗങ്ങൾ കർത്താവിനോട് ചേർന്ന് നിത്യതയിൽ വസിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.